നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഒരു റിക്രൂട്ടറുടെ പെർസ്പെക്റ്റീവിൽ ഒരു ഫ്രഷറുടെ സൈഡിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്കിൽസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആസ് എ ഫ്രഷ് ഗ്രാജുവേറ്റ് പലർക്കും ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഉള്ളൊരു സംഗതി എന്ന് പറയുന്നത് റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ സ്കിൽസിൽ എന്തൊക്കെ എഴുതണം എന്നുള്ളതാണ്. അതിൽ പൊതുവേ ആൾക്കാർക്ക് വരുന്ന ഒരു ധാരണ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇന്ന ജോലിയിലേക്ക് ഏതൊക്കെ സ്കിൽസ് വേണം അത് എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസാണ് ഉള്ളത് അതാണ് എഴുതേണ്ടത്. ഇനി ആസ് എ റിക്രൂട്ടർ എന്തൊക്കെയാണ് ഒരു റിക്രൂട്ടർ എക്സ്പെക്റ്റ് ചെയ്യുക നിങ്ങളൊരു ഫ്രഷറായിട്ടൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും റിക്രൂട്ടേഴ്സിന് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, അവർക്കൊരു ധാരണ ഉണ്ടാവും, ഓക്കെ ഇവർ ജസ്റ്റ് കോളേജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, സോ അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതിൻ്റേതായിട്ടുള്ള എല്ലാ ഡ്രോബാക്സും ഉണ്ടാവാം. ചിലർക്ക് കുറച്ച് മെച്യൂരിറ്റി കുറവുണ്ടായിരിക്കാം, ഒരല്പം റെസ്പോൺസിബിലിറ്റി കുറവുണ്ടായിരിക്കാം എന്നൊക്കെ പൊതുവേ റിക്രൂട്ടേഴ്സിൻ്റെ മൈൻഡിൽ ഉണ്ടാവും. കാരണം കൂടുതൽ ആൾക്കാരെയും അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. കോളേജിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ ആയിരിക്കും ജോലിയിലെ ആദ്യത്തെ ഒരു മേ ബി ഒരു വർഷം അല്ലെങ്കിൽ ഒരു 6 months എങ്കിലും ഒക്കെ പൊതുവേ ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. സോ നിങ്ങൾ ആസ് എ ഫ്രഷർ ഒരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന റിക്രൂട്ടറുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഏതാനും സ്കിൽസ് ഒന്ന് മെൻഷൻ ചെയ്യാം. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഫഷണലിസമാണ്. അപ്പോൾ നമ്മളുടെ ഒരു സ്റ്റഡി ഫേസിൽ നിന്ന് ഡയറക്റ്റ്ലി ഒരു ജോബ് ഫേസിലേക്ക് നമ്മൾ മാറുകയാണ്. ഒരു വലിയ ട്രാൻസിഷൻ അവിടെ വരുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇനി അങ്ങോട്ട് പിള്ളകളി പറ്റില്ല, പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യണം എന്നുള്ള സംഗതി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പ്രൊഫഷണലായിട്ട് ഒരു റെസ്യൂമെ അയക്കാൻ പറ്റും, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ എല്ലാം എത്രത്തോളം നമുക്ക് പ്രൊഫഷണലാക്കാൻ പറ്റും, അത് ഡെഫിനറ്റ്ലി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാരണം ആ ഒരു ഭാഗത്ത് ഒരുപാട് ഫ്രഷേഴ്സ് വീക്കാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഗതി നമുക്ക് ഇമ്പ്രൂവ്ഡ് ആയിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു ഇംപ്രഷൻ തന്നെ ഒരു റിക്രൂട്ടറിൻ്റെ സൈഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി രണ്ടാമത്തെ കാര്യം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. ഫ്രഷേഴ്സ് കോമൺ ആയിട്ട് ലാക്ക് ചെയ്യുന്ന ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു റിക്രൂട്ട്മെൻറ്റ് ആ ഒരു ഫേസിൽ തന്നെ എത്തുമ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം വെറുതെ സംസാരിക്കാനുള്ള കഴിവെന്നോ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് പോലെ സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കാനുള്ള രീതി എന്നോ അല്ല. സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, ക്ലാരിറ്റിയോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, അവർ ചോദിക്കുന്ന കാര്യത്തിന് കൃത്യമായിട്ടുള്ള റെസ്പോൺസ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ്. സോ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് ബേസിക് ആയിട്ടുള്ള ഒരു സ്കില്ല് തന്നെയാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇൻക്വിസിറ്റീവ്നെസ് ഓർ ആറ്റിറ്റ്യൂഡ് ഓർ ദ വില്ലിങ്നെസ് ടു ലേൺ എന്നൊരു ഭാഗമാണ്. കാരണം ഒരിക്കലും പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച് കോഴ്സിൻ്റെ ഭാഗമായിട്ട് സിലബസിൽ നിന്നിൻ്റെ ഭാഗമായിട്ട് പഠിച്ച കാര്യങ്ങൾ തിയറി മാത്രമാവില്ല നമ്മളുടെ ജോബിൽ നമുക്ക് എക്സൽ ചെയ്യാനായിട്ട് സഹായകരാവുക. സോ എപ്പോഴും ഇനിഷ്യൽ ഇയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മളുടെ തിയററ്റിക്കൽ നോളജിനെ ട്വീക്ക് ചെയ്ത് നമ്മൾ പ്രിപ്പയർഡ് ആവേണ്ട ഒരു ഫേസ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ലേൺ ചെയ്യാൻ എത്രത്തോളം വില്ലിങ് ആണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ് നമ്മളിൽ പ്രകടമായിരിക്കുക എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു മൈൻഡ് സെറ്റുള്ള ഫ്രഷേഴ്സിനെ ഓർ കാൻഡിഡേറ്റ്സിനെ ഡെഫിനറ്റ്ലി റിക്രൂട്ടേഴ്സ് പോസിറ്റീവായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. നാലാമത്തെ സ്കിൽ എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. ഒരു ഫ്രഷ് ഗ്രാജുവേറ്റിനെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി ഒന്ന് സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുള്ളൊരു ഏരിയ ടൈംലിനെസ് ആയിരിക്കും, ടൈം മാനേജ്മെൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ പഠിക്കുന്ന സിസ്റ്റത്തിൽ നമ്മൾ ആരും ടൈമിന് അത്രയും ഭീകരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അതാണ് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം. വളരെ ചുരുക്കം സ്ഥാപനങ്ങളിലൊക്കെ മാത്രം ചിലപ്പോൾ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ടേ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് വളരെ എയർലി സ്റ്റേജ് തൊട്ടേ വീടുകളിൽ നിന്ന് അവരുടെ പേരൻസിൻ്റെ ഇതിൽ നിന്ന് ടൈം മാനേജ്മെൻറ്റ് ഓർ ടൈംലിനെസ് സ്കിൽസ് ലേൺ ചെയ്യുന്നുണ്ടാവും. എന്നുള്ളതല്ലാണ്ട് ഒരു ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും വളരെ സ്പെസിഫിക് ആയിട്ട് ടൈംലിനെസ്, ദാറ്റ് ഈസ് പങ്ക്ച്വാലിറ്റി ഫോളോ ചെയ്യാനോ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനോ ഉള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. സോ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഒന്ന്, പങ്ക്ച്വാലിറ്റി ഡെഫിനറ്റ്ലി ഈസ് ദെയർ, ദാറ്റ് ഈസ് ടൈംലിനെസ്. അത് നമ്മൾ ഓഫീസിൽ എത്തുന്ന സമയം മാത്രമല്ല, നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വരും. അതുകൂടാതെ ടൈം മാനേജ് ചെയ്ത് എങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ. സോ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇറ്റ്സ് ലൈക്ക് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും വിദ്യാഭ്യാസമാണ്. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാം എന്നൊക്കെയാണ്. പക്ഷേ ജോലിയിലേക്ക് എത്തുമ്പം അങ്ങനെ ആവണമെന്നില്ല. ഒരേ പ്രയോറിറ്റി കൊടുത്ത് മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വന്നേക്കാം. സോ ആ ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടൈംലിനെസ് ഓർ ടൈം മാനേജ്മെൻറ്റ് ക്യാൻ ബി ദ ഫോർത്ത് വൺ.
നമ്പർ 5, ഞാൻ ഏറ്റവും അധികം ഈ റിക്രൂട്ടേഴ്സിൻ്റെ സൈഡിൽ നിന്ന്, ഇൻ്റർവ്യൂ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുടെ സൈഡിൽ നിന്ന് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു സംഗതിയാണ്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ച്. മലയാളി കാൻഡിഡേറ്റ്സിനെ പറ്റി പറയുമ്പോൾ, പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനെ പറ്റി പറയുമ്പം അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിരിക്കാം, നല്ല നോളജ് ഉണ്ടായിരിക്കും, സബ്ജക്റ്റ് നോളജ് നല്ല ഗ്രാഹ്യം ഉണ്ടായിരിക്കും. പക്ഷേ ഇൻ്റർവ്യൂവിൽ അവരൊക്കെ പലപ്പോഴും പുറകോട്ട് പോകും. കാരണം അവർക്ക് ഒരു കൺവിൻസിങ് എബിലിറ്റി ഇല്ല, ഒരു കൺവിൻസിങ് സ്കിൽ ഉണ്ടാവുന്നില്ല. ഇൻ്റർവ്യൂവിൽ നമ്മളെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സോ ഞാനെപ്പോഴും ഇൻ്റർവ്യൂവിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ ഇൻ്റർവ്യൂ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് വർക്ക്ഷോപ്പിൽ ഉൾപ്പെടെ സെഷൻസിലാണെങ്കിലും ഒക്കെ പറയാറുള്ളത്, ഇൻ്റർവ്യൂവിനെ നമ്മൾ ഒരിക്കലും ഒരു എക്സാമിനെ പോലെ, വൈവയെ പോലെ കാണരുത്, ഒരു കോൺവെർസേഷനെ പോലെ കാണുക എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ കാണാതെ പഠിച്ചു പോയി സംസാരിക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ ഇൻ്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്, നമ്മളൊരു സെയിൽസ് ഡിസ്കഷൻ നടക്കുന്ന പോലെ, ഒരു നെഗോഷിയേഷൻ നടക്കുന്ന പോലെ, ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്ന പോലെ ആവും നമ്മളൊരു ഇൻ്റർവ്യൂവിനെ കാണേണ്ടത്. സോ നമ്മളെ നമ്മുടെ പ്രൊഡക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്ത് നമ്മൾ മാക്സിമം കൺവിൻസ് ചെയ്യാൻ നോക്കുക മറ്റേയാളെ. അപ്പോൾ ആ തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നമ്മളെ പ്രസൻറ്റ് ചെയ്യാനോ പൊതുവേ നമ്മൾക്ക് കുറച്ച് പുറകോട്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ജോലിയിലേക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ്. പക്ഷേ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫേസിൽ അത് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യം ഒരുപാട് പേര് ലിങ്ക്ഡിനിലാണെങ്കിലും ശരി, അല്ലാണ്ട് പേഴ്സണൽ കോൺടാക്റ്റിലുള്ള റിക്രൂട്ടേഴ്സ് ആണെങ്കിലും ശരി, പൊതുവേ പറയാറുള്ളൊരു കാര്യമാണ്. അപ്പം ഈ ഒരു കൺവിൻസിങ് സ്കിൽ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മൈൻഡിൽ വെക്കാം. 6ാമത്തെ പോയിന്റ് അഡാപ്റ്റബിലിറ്റിയാണ്. സോ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാഹചര്യമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടാനുള്ളൊരു കഴിവ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ നിന്ന് പെട്ടെന്നൊരു ചേഞ്ച് വരികയാണ് ജോബ് എന്നുള്ളൊരു സംഗതിയിലേക്ക് വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ആക്ച്വലി വരുന്നുണ്ട് അവിടെ. അപ്പോൾ ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആവുക, അതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് ക്വിക്ക്ലി നമുക്ക് ആ ഒരു സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മളെ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്കില്ല് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനെ സംബന്ധിച്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവുക. കാരണം വൺസ് നമ്മൾ ജോലിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിലൊരു പാറ്റേണിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടാവും. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദ ഫൈനൽ വൺ ഐ വുഡ് ലൈക്ക് ടു സേ ഈസ് ടീം വർക്ക്. സോ നമ്മളൊരു ടീമിൻ്റെ ഭാഗമായിട്ടായിരിക്കും പൊതുവെ നമ്മൾ ഒരുവിധപ്പെട്ടവരൊക്കെ കരിയറിൻ്റെ ഇയർലി സ്റ്റേജിൽ ഒരു ജോലിയിലേക്ക് കയറുക. അപ്പം ഒരു ടീമിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുമായിരിക്കും. സോ പലപ്പോഴും ഒരു വൺ മാൻ ഷോ ആവണമെന്നില്ല, നമ്മൾ ഒരാളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആവണമെന്നില്ല ഒരു പെർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ആ ഒരു ടാസ്കിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെങ്കിലും ശരി, ഓവറോൾ കാര്യങ്ങളിലാണെങ്കിലും ശരി, നമുക്ക് എവറി ഡേ വി ഹാവ് ടു വർക്ക് വിത്ത് എ ടീം. അപ്പോൾ അതിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും, പല മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ടാവും, പല പ്രയോറിറ്റീസ് ഉള്ളവരുണ്ടാവും, പല ഫോക്കസ് ഉള്ളവരുണ്ടാവും, പല സീനിയോറിറ്റി ഉള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിനുള്ള നമ്മളുടെ ഒരു എബിലിറ്റി. ആൻഡ് എലോങ് വിത്ത് ദാറ്റ് ആ ഒരു ടീം വർക്ക് വഴി നമ്മൾ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുക. സംടൈംസ് നമുക്ക് മറ്റുള്ളവരെ സപ്പോർട്ടിന് വേണ്ടി കോൺടാക്ട് ചെയ്യാം, സംടൈംസ് മറ്റുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ്ലി ഞാൻ ഹയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആസ് എ റിക്രൂട്ടർ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം, എനിക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടൊരു ടീമുണ്ട്, ഞാൻ അതിലേക്ക് ഇങ്ങനെ ഒരാളെ കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇവർ പ്രോപ്പറായിട്ട് പോകുമോ, എൻ്റെ ടീമിന് പുള്ളി മാച്ചിങ് ആയിരിക്കുമോ, ഈ വരുന്ന കാൻഡിഡേറ്റിന് ഈ ടീം ഓക്കെ ആയിരിക്കുമോ, ഒന്നിച്ചൊരു പ്രോപ്പർ വേയിൽ പോകാൻ പറ്റുമോ, അതോ ഇയാളെ വന്ന് ടീമിനെ മൊത്തം കുളം കലക്കിയിട്ട് പോവോ എന്നുള്ളതാണ് എപ്പോഴും ഞാൻ വാച്ച് ചെയ്യാറുള്ള ഒരു ഭാഗം. സോ അപ്പോൾ ടീം വർക്ക് എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ആസ് എ ഫ്രഷർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സ്കിൽസാണ്. സോ ഈ 6 സ്കിൽസാണ് ജനറലി ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സ്പീരിയൻസിൽ നിന്ന് ഫ്രഷേഴ്സിൻ്റെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ആൻഡ് ഡെഫിനറ്റ്ലി ദെയർ ആർ പ്രൊഫഷണൽ സ്കിൽസ് ഓർ ഹാർഡ് സ്കിൽസ് ഓർ ടെക്നിക്കൽ സ്കിൽസ്, അതായത് നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട സ്കിൽസ് ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി വീഡിയോ എഡിറ്റിംഗ് ആവാം, ഗ്രാഫിക് ഡിസൈനിങ് ആവാം, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസിൻ്റെ ഒരു സ്കില്ലാവാം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും. സോ നമ്മളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ സ്കിൽസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ വരുന്ന കാര്യമാണ്. അതും തീർച്ചയായിട്ടും ഉണ്ടാവണം. ഈ ഒരു ഭാഗം നമ്മുടെ സോഫ്റ്റ് സ്കിൽസിൻ്റെ ഭാഗത്ത് ഈ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. സോ ആസ് എ ഫ്രഷർ ഇത്രയും കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും, നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. സോ ഒരു റെസ്യൂമെ പ്രിപ്പറേഷൻ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്ക് ഓവർ തുടങ്ങിയ സർവീസസിന്, മോക്ക് ഇൻ്റർവ്യൂ പോലുള്ള സർവീസസിനൊക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.